ചെറുപയർ കൊണ്ടുള്ള ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിൽ ചെറുപയറും ഇഞ്ചി, ജീരകം, പച്ചമുളക് എന്നിവയിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ദോശമാവ് ഒരു ബൗളിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പാൻ എടുത്ത് ചൂടാക്കാം. എന്നിട്ട് ഈ മാവ് കൊണ്ട് ദോശ ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗണും നല്ല ക്രിസ്പിയുമായി വരുന്നത് വരെ നന്നായിട്ട് പാകം ചെയ്യാം. ദോശ നല്ല പാകമായി വന്നു. തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചമ്മന്തിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.